പാണക്കാട് ബൂത്തിലാണ് ഞങ്ങൾ പതിവായിട്ട് വോട്ട് ചെയ്യാറുള്ളത്. തവണയും ആദ്യ വോട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും ഇവിടെ കാണുന്നത്. UDFന്റെ അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയം പ്രത്യേകിച്ചിപ്പോൾ വടക്കൻ ഇപ്പോൾ രണ്ടാം ഫേസിൽ ഉണ്ടാവും. കഴിഞ്ഞ 9-ാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു. അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക. UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലയടിക്കുന്നുണ്ട്. അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക, നേട്ടങ്ങളുണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുക UDF ഭരണസമിതികൾക്കാണ് എന്ന് LDFന്റെയും UDFന്റെയും പഞ്ചായത്തുകളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി അത് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFന് നല്ല വിജയപ്രതീക്ഷയാണ്. ഈ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ UDFന്? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അതാണല്ലോ. സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. പോളിംഗ് ശതമാനം ഉയരുമോ? തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം നല്ല പോളിംഗ് ശതമാനമായിരിക്കും. എല്ലാവരും കാത്തിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി. തെക്കൻ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം UDFന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. സ്വാഭാവികമായിട്ടും UDFന് അനുകൂലമായിട്ടൊരു സാഹചര്യം എന്നാണ് വിലയിരുത്തുന്നത്. അതെ, എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നേരത്തെ UDFന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാക്കും.